വയനാട്ടിലെ ദുരിതത്തിൽ അനാഥരായ കുട്ടികൾക്ക് കൈത്താങ്ങാവാൻ നാദാപുരം റോഡ് സ്വദേശികളായ ദമ്പതികൾ. നാദാപുരം റോഡിലെ ജനാർദ്ദനനും ലതയുമാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. Gold and Diamonds, NH Bypass, opposite Asha Hospital, Vadagara. Also at Kannur, Naduvil, Chervattur. Opening shortly at Nadhapuram, Kochi, Mangalore and Dubai. വയനാട്ടിലെ ദുരന്തത്തിൽ അനാഥരായ കുട്ടികളെ ദത്തെടുക്കാൻ താൽപര്യമറിയിച്ച് വടകര നാദാപുരം റോഡ് സ്വദേശികളായ ദമ്പതികൾ. നാദാപുരം റോഡിലെ ജനാർദ്ദനനും ലതയുമാണ് സർക്കാരിന്റെ കനിവ് തേടുന്നത്. മക്കളില്ലാത്ത ദുഃഖത്തോടൊപ്പം വയനാട്ടിലെ ദുരന്തമുണ്ടാക്കിയ പ്രയാസമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്കെത്താൻ ഇവരെ പ്രേരിപ്പിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ നാടിന്റെ സഹായങ്ങൾ പല വിധത്തിലാണ് എത്തുന്നത്. വീടായും ഭൂമിയായും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടായും സഹായങ്ങൾ എത്തിക്കുമ്പോൾ അനാഥ ബാല്യങ്ങൾക്ക് കൈത്താങ്ങാവാനും ആളുകൾ എത്തുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാനാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് സംഭവം അറിഞ്ഞപ്പോഴേ എനിക്ക് രാത്രിയൊക്കെ ഉറങ്ങാൻ കിടന്നപ്പോഴൊക്കെ എനിക്ക് സങ്കടം, ഉറക്കം വരില്ല. എന്നുവെച്ചാൽ കുറേ അനാഥരായ കുട്ടികളുണ്ടല്ലോ, ഞങ്ങൾക്ക് ദൈവമേ ഒന്നിനെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ വളർത്തുന്നു. ഞാൻ രാത്രിയെല്ലാം ഉറങ്ങാൻ കിടന്നപ്പോഴെല്ലാം ചിന്ത ഇത് തന്നെയായിരിക്കും. അപ്പോഴാണ് എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ഇപ്പം പറയാം, പിന്നെ ദൈവം നമുക്കൊരു കുഞ്ഞിനെ നൽകിയിട്ടുണ്ട്, നമുക്ക് പൊന്നുപോലെ വളർത്താമല്ലോ. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടി അനാഥമായി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളായിട്ട് ഞാനും ഇവളും എന്നും ഞങ്ങളുടെ മരണം വരെ ഞങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ കുട്ടികളുടെ അച്ഛനും അമ്മയായി തന്നെ ഞങ്ങൾ ജീവിച്ച് അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും പഠനത്തിനാവശ്യമായ എല്ലാ സംഗതികളും അവരുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കാൻ ദൈവം ഒരുപക്ഷെ എന്നെയും ഇവരെയും അനുഗ്രഹിച്ചിട്ടുണ്ടാകാം. ഈ ഒരു പ്രകൃതിക്ഷോഭം വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഇത്തരമൊരു ചിന്തയിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അത്രയേറെ വളരെ പ്രയാസം തോന്നുന്ന ഒരു സംഭവമാണ് ചൂരൽമലയും അതുപോലെ വയനാടിൻ്റെ പരിസര പ്രദേശവും. ഒരു ആഴ്ച മുമ്പേ നമ്മളെ വയനാട്ടിലെ ദുഃഖത്തിലാക്കിയ ഒരു മഹാദുരന്തം നടന്നത്. അവിടെ നടന്ന ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ട് അവിടെ അനാഥരായിപ്പോയ ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഒരു കുട്ടിയെ ഞങ്ങൾക്ക് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 27 വർഷം മുമ്പാണ് ജനാർദ്ദനനും ലതയും വിവാഹിതരായത്. വടകരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ഏരിയ മാനേജറാണ് ജനാർദ്ദനൻ. ഭാര്യ ലത വീട്ടമ്മയാണ്. തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് സർക്കാർ കനിയുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.